ജലീൽ, ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന വാർത്ത ഈ നിമിഷം വരുന്നത് ഒമാനെതിരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒമാൻ തീരത്തുള്ള എണ്ണ ടാങ്കറിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലെ ഒരു ക്രൂ അംഗം മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ GCC രാഷ്ട്രങ്ങളിലേക്ക് ആക്രമണം നീളുന്ന സാഹചര്യമാണ് ഏറ്റവും ആശങ്കയോടുകൂടി കണ്ടത്. അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. GCC രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയില്ല എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും പക്ഷേ അത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് എത്രമാത്രം ഗുരുതരമാണ്? അസിത, ഈ ഇറാന് നേരെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മാത്രമല്ല, മറ്റു ജനവാസ മേഖലയെയും മറ്റു സാമ്പത്തിക സ്രോതസ്സുകളെയും ഒക്കെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതാണ് ഇന്ന് സൗദിയിലെ അറാംകോയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇറാനിലെ എണ്ണ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ തെളിയിക്കുന്നത്. ജനവാസ മേഖലയെയും കാര്യമായിട്ട് ഈ ഇറാൻ ആക്രമണം നടത്തുന്നു എന്നാണ് ഇന്ന് സൗദി ആരോപിച്ചിരിക്കുന്നത്. റസ്റ്റന്നൂറയിലെ, അതായത് സൗദി കിഴക്കൻ പ്രവിശ്യയിലുള്ള റസ്റ്റന്നൂറയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെ ഇറാൻ ആക്രമണം നടത്തിയത്. അത് ഇന്നലെ സൗദിക്ക് നേരെ കാര്യമായ ആക്രമണങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൗദിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. 2 ഡ്രോണുകളാണ് റസ്റ്റന്നൂറ ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ, അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായത്. അത് സൗദി പ്രതിരോധ സേന അത് തകർക്കുകയും ചെയ്തു. എന്നാൽ ഇതുമൂലം ചെറിയ രൂപത്തിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാണ്. ഈ എണ്ണ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്ന് ഊർജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദിയിലെ എണ്ണ വിതരണത്തെയോ എണ്ണ ഉൽപാദനത്തെയോ ഈ ആക്രമണം ഒരു നിലക്കും ബാധിച്ചിട്ടില്ല. അത് തുടരുന്നുണ്ട് എന്നും ഊർജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഗൾഫ് മേഖല ഒരുമിച്ച് ഇറാനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആക്രമിക്കപ്പെട്ട ഈ രാജ്യങ്ങളെല്ലാം സംയുക്ത പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. അതോടൊപ്പം തന്നെ GCC യോഗവും ഓൺലൈനായി ഈ വീഡിയോ വഴി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഇവരെല്ലാം ഈ ആക്രമണങ്ങളെ വളരെ ശക്തമായ രീതിയിൽ അപലപിച്ചു. അതോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞു, തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏത് രീതിയിലായിരിക്കും ഈ തിരിച്ചടി എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇപ്പോഴില്ല. മസ്കറ്റിൽ ഓയിൽ ടാങ്കറുകൾ ആക്രമിക്കപ്പെടുന്നു, ഒരു മരണവും സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അസ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.